ഒഴുക്കലുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇറങ്ങിയൊരു ശീലമുള്ളതുകൊണ്ട് ആ കുഴപ്പമില്ല, നോക്കട്ടെ. ഒരു വല ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ വെച്ചാൽ നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ തൊണ്ടയാടാണ്. നമ്മളെ ജോസേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ എന്നുള്ളത്. മീനുകളുടെ സൈസ് നോക്കിയൊക്കെ ഒരുവിധ എല്ലാ മീനുകളും 1 കിലോയ്ക്ക് മുകളിലുള്ള സൈസാണ് കേട്ടോ അവിടെ ഉള്ളത്. ഉള്ള മീനുകളൊക്കെ ഒരു 1.5 സൈസുള്ള മീനുകൾ. ആ എവിടെ അവിടെ? അപ്പോൾ നമ്മളെവിടെ വന്നിട്ടുള്ളത്? കോഴിക്കോടുള്ള വീട്ടുമുറ്റത്തുള്ള ഒരു ടാങ്കാണ് കേട്ടോ. നമ്മളെ വണ്ടി എവിടെ ഉള്ളത്? ഏതാ? ഒരു വീട്ടുമുറ്റത്തില്ല. വാ നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. മാങ്ങ നോക്കടാ. ഇത് ഏത് മാങ്ങ? മൂവാണ്ടന്നല്ല, ഏത് മാങ്ങയാണെന്ന് അറിയില്ല. കെട്ടും കെട്ടിയിട്ടിരുന്നു. ചേട്ടനൊരു ചാനലുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ചാനൽ ഏതാ? വീഡിയോ ആ ഓക്കെ. ആ വീഡിയോ നിങ്ങൾ 173 നമ്പർ, അവസാനത്തെ നമ്പർ അല്ല 931. കൂടുതൽ വലിയ മീൻ തന്നെ. അത് ഞാൻ അടച്ചോളാം, കുഴപ്പമില്ല. അല്ല അങ്ങോട്ടുള്ള വീടിൻ്റെ മുറ്റത്ത് തന്നെ കേട്ടോ ഈ കുളല്. സിമെൻറ്റിൻ്റെ ടാങ്കാണ്. നല്ല വെളുക്കലാണല്ലേ. അയ്യോ എടാ, അച്ഛ വീണ ഈ പിടിക്കുമോ? അച്ഛ വീണ മാറിക്ക് രണ്ടാളും കൂടെ വീഴും. ഇത് നമ്മള് കോഴിക്കോടാണുള്ളത്. ഇതൊരു വീട്ടിന്റെ മുറ്റത്ത് വണ്ടി കിടക്കുന്നുണ്ട്. നമ്മള് മീൻ എടുക്കാൻ വന്നാണ്. ഇതൊരു വീടിന്റെ മുറ്റാണ്. അപ്പൊ ഇതൊരു കുളമാണ്, ഒരു സിമെന്റിന്റെ കുളമാണ് അല്ലേ? സിമെന്റിന്റെ കുളമാണ്. അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര വെളുക്കലാണ്. ആ ഒരു ഭാഗത്ത് ഉണ്ടല്ലേ, അവിടൊക്കെ മീനുകൾ കിടക്കണ നോക്കി നോക്ക്. ഇതാ ഇവിടെ ഒരു മീന്, അവിടെ ഫുള്ള് മീനുകളാണ്. ആ മാമന്മാരാണ് മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവരാണ് മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു എൻഡിലേക്ക് പോകാൻ പറ്റില്ല. എല്ലാ മീനും അത്യാവശ്യം നല്ല സൈസാണ്. ഓക്കെ എന്തോന്ന് കഥ നന്നായിട്ട് വയലേക്ക് പോയുള്ളൂ. ഭയങ്കര വഴുക്കലല്ലേ? തൊണ്ടലൊക്കെ എത്തിക്കുന്നുണ്ട്, കുടിച്ചിട്ട് വെള്ളം. എന്റെ അമ്മ ഇയാളെന്തൊക്കെ പോലെ ചീത്തൊക്കെ പറയുന്നത്. ഞാൻ ഒന്നാട് കൊടുക്കട്ടെ, ഞാനൊന്ന് കൊടുക്കും. ഒരു കയറുണ്ട് ഇവിടെ വന്നേക്കണം. ഞാൻ പോയില്ല. എന്തോ ചീത്തണ്ട ഇവിടെ ഇത്ര മല്ലി വല. അവനറിയാതെ പിടിക്കേണ്ടതില്ലേ മർമ്മൊക്കെ. സൈസ് ഉണ്ടോ? ഓ മീനൊന്നും മനസ്സിലാക്കി തല ആകെ ഇതായിണ്ടല്ലേ?
തല ഫുള്ള് ഓക്കെ ഓ നല്ല സൈസാണ് കേട്ടോ മീൻ അല്ലേ? നല്ല സൈസുള്ള മീനാണ്. നല്ല വലിപ്പമുള്ള മീൻ. പിടിക്കുമ്പോ ഈ കുഞ്ഞിക്കൈ കേടുവരും. കുഞ്ഞിക്കൈ വേദനിക്കും. ഒന്നിനെ പിടിക്കാൻ പറ്റും. ഒന്നിനെ ഒറ്റ ഒന്നിനെ പിടിച്ചാ കാണട്ടെ. ആ ഇത്ര ഉള്ളു. അടിയിൽ ചെറിയൊരു മുറിവുണ്ടല്ലേ? ഒരു മുറിച്ച് നോക്കിയത് അങ്ങനെ തുടക്കണടാ. അടക്കാക്കി മൂടി എടുത്തിട്ടാ. നേരെ കൈ കൊണ്ട് പിടിച്ചോ. കൈ കൊണ്ട് പിടിച്ചോ. കൈ കൊണ്ട് പിടിച്ചിട്ടില്ലേ? പിന്നെ ഒരു 1.5 കിലോ സൈസുള്ളൊരു മീൻ. ഓ കാണിച്ചു കൊടുത്തോ. ആ തുറന്ന അപ്പ ചാടും ഭീകരന്മാര്. അതാണ്. കൈ കൊണ്ട് പിടിച്ചാൽ മതി. വേണ്ട വല കൊണ്ട് വേണ്ട. കൈ കൊണ്ട് നിന്നോട് പിടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ മുഖത്തേക്ക് ചാടുവേ. നല്ല വേണം ചാടിയാല്. ചാടും ചാടും മുഖത്തേക്ക് ചാടും. വിളിക്കണ്ട വേണ്ടിട്ട്. ഓവർ റേറ്റ് ആയാ? ഞാൻ വീഡിയോ എടുക്കട്ടെ. ഞാൻ പിടിക്കുന്നു. ഇത്ര വേണ്ട. ഇത്ര ലോഡാക്കണ്ട. പൈപ്പ് എടുത്തിട്ടോ. പൈപ്പ് പൈപ്പ് എടുക്ക്. പൈപ്പ് വിഴല്ലേ. പതുക്കപ്പോ ഏ ഓണാക്ക്. ആ ഓക്കെ, ഞങ്ങൾ കുളത്തിൽ നിന്ന് മത്സ്യം പിടിക്കാണ്. ജോസാറിന്റെ വീട്ടിൽ നിന്ന് എടുത്തോളൂ. സാവധാനം എടുത്താൽ മതി. ഒരു നല്ല സൈസുള്ളൊരു മീനുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇത് അടിപൊളി സൈസാലേ. പെല്ലറ്റ് കൊടുത്തിട്ട് ഇത്രയും സൈസ് ആവണത് വളരെ കുറവാണ്. ആ മീനൊന്ന് പിടിച്ച് കാണിച്ചു കൊടുക്കും അവന്. ഓ അങ്ങനെ ഇട്ടില്ല. കയ്യിൽ ഒതുങ്ങില്ലേ? എന്താ ഗുസ്തി പിടിക്കുക? എന്താ ഒഴിഞ്ഞെടുക്കാം? മത്സ്യത്തിന് ഒഴിഞ്ഞെടുക്കുക. മത്സ്യത്തിന് ഒഴിഞ്ഞെടുക്കുക. അടിപൊളി. ഒന്ന് ഒഴിഞ്ഞെടുക്കാൻ ശരിക്കാൻ. മത്സ്യത്തിന് ഒഴിഞ്ഞെടുക്കുക. ഇട്